പെടലിക്കൊന്നും ഒരാൾക്ക് കുത്തി പിടിക്കാനൊക്കത്തില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെടും. പെടലിയൊക്കെ ആയി. നമസ്കാരം, ഞാൻ ശിലാസന്തോഷ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. പേരൊന്ന് പറഞ്ഞേരെ. ശ്യാം തൃക്കുന്നപ്പുഴ. പേര് പറയേണ്ട കാര്യമില്ലെങ്കിലും നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് കുറെ വർഷം മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവിടെ വന്നിട്ട് അതിന് ശേഷം സന്തോഷമായിട്ട് എനിക്ക് തന്നു. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചതിന് ശേഷമാണ് എന്നെ പണ്ട് കണ്ടിട്ട് ഓർമ്മയുള്ളവർക്ക് അറിയാം നല്ല തടി ഉണ്ടായിരുന്നു. പെടലിക്കൊന്നും ഒരാൾക്ക് കുത്തി പിടിക്കാനൊക്കത്തില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെടും. പെടലിയൊക്കെ ആയി. ഇപ്പൊ ഇവിടെ എല്ലാം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കാരണം നമ്മള് ഫുഡും ഒക്കെ പ്രശ്നമായിരുന്നല്ലോ. അപ്പോൾ ഇത് ഞാൻ കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തിയ സാധനം. ഇപ്പൊ നമ്മുടെ നോബിച്ചേട്ടനായാലും അങ്ങനെ മിമിക്രി ആർട്ടിസ്റ്റുകൾ അതുപോലെ കുറെ പേര് അടുത്താളോട് പറഞ്ഞു. അതെ തീർച്ചയായിട്ടും ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു 41 ധാന്യങ്ങളുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ ഗുണമാണ് ഈ ഒരു മാറ്റം ഉണ്ടാവുന്നത്. നമ്മളൊന്നും വിശപ്പ് മാറത്തില്ല. വിശപ്പൊക്കെ അത്യാവശ്യം വൈകുന്നേരം ഒരു നേരം ഇപ്പൊ ഒരു സ്പൂൺ 1.5 ഗ്ലാസ് വെള്ളത്തിൽ കഴിച്ചാല് നമ്മൾ വിചാരിക്കും വിശപ്പ് മാറത്തില്ല. തീർച്ചയായിട്ടും അത് ഈ തടി കുറയ്ക്കണമെന്നും പറഞ്ഞ് കഴിക്കുന്നവർക്ക് വിശപ്പ് മാറും. അതല്ലാതെ കഴിക്കുന്നവർക്ക് വിശപ്പ് മാറും. അപ്പൊ ഈ സംഭവത്തിന്റെ പ്രത്യേകത എന്തൊക്കെ ഇങ്ങനെ കഴിച്ചാൽ മാറുന്നതിന്റെ കാരണം? ഇതിപ്പം നമ്മള് ഇപ്പൊ പറഞ്ഞല്ലോ, വൈകുന്നേരം ഒരു നേരം കഴിക്കുമ്പോൾ ഇതിനകത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. അപ്പൊ നമ്മുടെ ഫാറ്റ് ജനറേഷൻ കുറയും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഫാറ്റ് എടുത്ത് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസും മിനറൽസും എല്ലാം ഇതിൽ കൂടെ കിട്ടുകയും ചെയ്യും. നേരത്തെ പറഞ്ഞല്ലോ 41 ധാന്യത്തിൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഒത്തിരി ആവശ്യമില്ല ശരിക്കും. അപ്പം ആവശ്യത്തിൽ ഇത് നേരത്തെ നമ്മുടെ വീഡിയോയിൽ കണ്ടാലറിയാം, നേരത്തെ അവിടെ കിടന്ന സമയത്ത് ആളുടെ തടിയും ഇപ്പൊ എങ്ങനെയാണെന്നും. ഇപ്പൊ എന്റെ അലമാരി ഇരിക്കുന്ന പഴയ ഷർട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ പഴയ ഷർട്ടാ. ഇതൊക്കെ ഇപ്പൊ പിന്നെ ലൂസ്. അതാണ് മാറ്റണം. അല്ല ഇത്തിരി തടി കൂട്ടാൻ ഞാൻ. അപ്പൊ അത് തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാമല്ലോ.